നമസ്കാരം. ടീമിലെ അംഗങ്ങളുടെ പേര് വന്ന നേരം മുതൽ തന്നെ ചർച്ചകൾ പലതാണ് ഇപ്പോൾ ക്രിക്കറ്റിനെ കുറിച്ച് നടക്കുന്നത്. അതായത് അവരുടെ പ്രിയപ്പെട്ട താരങ്ങൾക്ക് വേണ്ടിയാണ് ഇപ്പോൾ ചർച്ച നടക്കുന്നത് എന്നാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ശ്രീലങ്കയ്ക്കെതിരായ ഏകദിന പരമ്പരയ്ക്കുള്ള ഇന്ത്യൻ ടീമിൽ മലയാളി താരം സഞ്ജു സാംസണെ എന്തുകൊണ്ട് ഉൾപ്പെടുത്തിയില്ല എന്ന ചോദ്യത്തിന് മറുപടി നൽകി സെലക്ഷൻ കമ്മിറ്റി ചെയർമാനായ അജിത് അഗാർക്കർ തന്നെ രംഗത്തെത്തുകയാണ്. ശ്രീലങ്കൻ പര്യടനത്തിന് മുമ്പ് കോച്ച് ഗൗതം ഗംഭീറുമൊത്ത് നടത്തിയ സംയുക്ത വാർത്താ സമ്മേളനത്തിലാണ് അഗാർക്കർ ഈ ചോദ്യത്തിന് തന്നെ എല്ലാവർക്കും മറുപടി നൽകിയത്. ഇതോടെയാണ് കൂടുതൽ കാര്യങ്ങൾക്ക് വ്യക്തത വന്നത് എന്ന് പറയണം. കാർ അപകടത്തിൽ പരിക്കേൽക്കുന്നതിന് മുൻപ് 3 ഫോർമാറ്റിലും ഋഷഭ് പന്ത് ആയിരുന്നു ഇന്ത്യയുടെ പ്രധാന വിക്കറ്റ് കീപ്പർ. വിദേശത്തടക്കം ടെസ്റ്റ് ക്രിക്കറ്റിൽ ഇന്ത്യക്ക് സുപ്രധാന വിജയങ്ങൾ സമ്മാനിച്ചിട്ടുള്ള കളിക്കാരനുമാണ് ഋഷഭ് പന്ത് എന്ന് നമുക്കെല്ലാവർക്കും അറിയാം. ആ പരിക്കിൽ നിന്ന് മുക്തനായി തിരിച്ചെത്തിയ ഋഷഭ് പന്തിനെ ഇതുവരെ T20 മത്സരങ്ങളിൽ മാത്രമാണ് കളിപ്പിച്ചത്. ഓസ്ട്രേലിയക്കെതിരായി അടക്കം വന്നിരിക്കുന്ന നിർണായകമായ പരമ്പരകൾ കണക്കിലെടുത്ത് തിരിച്ചുവരവിന്റെ അടുത്ത ഘട്ടം എന്ന നിലയിലാണ് ഋഷഭ് പന്തിന് ഏകദിന ടീമിലും ഇപ്പോൾ അവസരം നൽകിയിരിക്കുന്നത്. ഋഷഭ് പന്തിനെ ഉൾപ്പെടുത്തിയപ്പോൾ സഞ്ജു അടക്കമുള്ള ചില താരങ്ങൾ നിർഭാഗ്യകരം കൊണ്ട് പുറത്തായി എന്നതാണ് പറയാനുള്ളതെന്നും കൂട്ടിച്ചേർക്കുന്നു. ഇതാണ് യഥാർത്ഥത്തിൽ സംഭവിച്ചതെന്നും ഇതാണ് കാര്യത്തിനുള്ള വസ്തുത എന്നും പറയുന്നു. എന്നാൽ ഇപ്പോൾ ടീമിലെത്തിയ താരങ്ങൾ ലഭിക്കുന്ന അവസരങ്ങളിൽ മികവ് കാട്ടിയാൽ മാത്രമേ അവർക്ക് ടീമിലെ സ്ഥാനം നിലനിർത്താനാകൂ എന്ന് പറയുന്നു. കാരണം പറ്റിയ പകരക്കാർ പുറത്തുണ്ട്. പുറത്തു നിൽക്കുന്നവരോട് പറയാനുള്ള മികച്ച പ്രകടനം തുടരണമെന്നും അതുകൊണ്ട് തന്നെയാണ് പറയാൻ സാധിക്കുന്നതെന്നും അഗാർക്കർ പറയുന്നു. സഞ്ജുവിന് വേണ്ടി ആരാധകർ എല്ലായിടത്തും ചർച്ച ചെയ്യുന്നുണ്ട്. സഞ്ജുവിന് കിട്ടേണ്ട എല്ലാ അവസരവും വാങ്ങി നൽകാനാണ് ആരാധകർ തന്നെ തീരുമാനിച്ചിരിക്കുന്നത്. ഇനി ഒരിക്കലും സഞ്ജുവിന് കിട്ടേണ്ട അവസരം തഴയപ്പെടരുത് എന്നാണ് എല്ലാ മലയാളി ക്രിക്കറ്റ് ആരാധകരും ഇന്ത്യൻ ക്രിക്കറ്റ് ആരാധകരും ആഗ്രഹിക്കുന്നത്. അതിനുവേണ്ടി തന്നെയാണ് സഞ്ജുവിനോടൊപ്പം നിൽക്കാൻ ഇപ്പോൾ എല്ലാ പ്രേക്ഷകരും കൈകൾ കോർത്തുകൊണ്ട് പല കാര്യങ്ങളും ചോദിക്കുന്നതും. T20 പരമ്പരയ്ക്കുള്ള ടീമിൽ നിന്ന് അഭിഷേക് ശർമ്മയെയും പൃഥ്വിരാജ് ഗെയ്ക്വാദിനെയും ഒഴിവാക്കേണ്ടി വന്നതും ബുദ്ധിമുട്ടേറിയ തീരുമാനമാണ്. ഒഴിവാക്കപ്പെട്ടവർക്ക് അതിന്റെ വിഷമം ഉണ്ടാകുമെന്ന് മനസ്സിലാക്കുന്നു. പക്ഷേ T20 ലോകകപ്പിന് മുൻപ് മികച്ച പ്രകടനം പുറത്തെടുത്തിട്ടും റിങ്കു സിംഗിന് ലോകകപ്പ് ടീമിലേക്ക് എത്താനിരുന്നില്ല. 15 പേരെയല്ല ഞങ്ങൾക്ക് തിരഞ്ഞെടുക്കാനാവൂ എന്നും അഗർക്കർ പറയുന്നുണ്ട്. കളിക്കാർക്ക് ടീമിൽ തുടർച്ച നൽകാൻ ഇടയ്ക്കിടയ്ക്ക് മാറ്റുന്നത് ശരിയാണോ എന്ന ചോദ്യത്തിന് ഗൗതം ഗംഭീറാണ് മറുപടി നൽകിയത്. കളിക്കാരുടെ തുടർച്ച പ്രധാനമാണെന്നാൽ എന്തെങ്കിലും കളിക്കാർ 3 ഫോർമാറ്റിലും തിളങ്ങാൻ കഴിയുള്ള താരമാണെങ്കിൽ അയാളെ 3 ഫോർമാറ്റിലും കളിപ്പിക്കണമെന്നാണ് തന്റെ നിലപാടെന്നും ഗംഭീർ വിശദീകരിച്ചു. കാരണം 3 ഫോർമാറ്റിലും ഒരുപോലെ തിളങ്ങാനാവുക എന്നത് ഒരു കളിക്കാരന്റെ വലിയൊരു മികവ് തന്നെയാണ്. അത് അദ്ദേഹത്തിന് നമ്മൾ പ്രോത്സാഹനം കൊടുക്കേണ്ട ഒരു കാര്യം കൂടിയാണ്. T20 ക്രിക്കറ്റിൽ നിന്ന് രോഹിത് ശർമ്മയും വിരാട് കോഹ്ലിയും രവീന്ദ്ര ജഡേജയും വിരമിച്ചതോടെ പുതുതായി 3 കളിക്കാർക്ക് അവിടെ അവസരം ലഭിക്കുന്നുണ്ട്. ഈ രീതിയിലാണ് തലമുറ മാറ്റം സംഭവിക്കുന്നതെന്നും ഏകദിനത്തിനും ടെസ്റ്റിനും T20ക്കും വ്യത്യസ്ത ടീമുകളെന്ന ആശയം ഒറ്റയടിക്ക് നടപ്പാക്കാനാവില്ലെന്നും ഗംഭീർ വ്യക്തമാക്കി. T20 ക്രിക്കറ്റിനെ സംബന്ധിച്ചിടത്തോളം 3 കളിക്കാർ ഒരുമിച്ച് വിരമിച്ചതോടെ മാറ്റത്തിന്റെ ബട്ടൺ തങ്ങൾ അമർത്തുകയാണെന്ന് അഗാർക്കറും കൂട്ടിച്ചേർത്തു.